ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരുപക്ഷെ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു നല്ലൊരു നെടുന്തൂണങ്ങ് മാറിക്കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. അവിടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ അപ്പോഴും തന്നെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നീ റോക്കി സിജോയെ ഇടിച്ച് ജോ പൊട്ടിച്ചിട്ട് എന്നിട്ട് എന്തിവിടെ സംഭവിച്ചു? റോക്കി ഇപ്പോഴും വളരെ കൂളായിട്ടാണ് പുറത്ത് നടക്കുന്നത്. അത് നടക്കാൻ പാടുണ്ടോ അങ്ങനെ? ബിഗ് ബോസിന്റെ അവതാരകനാവാൻ ലാലേട്ടനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നമ്മൾ മറ്റേ സൽമാൻ ഖാനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ബിഗ് ബോസ് അവതാരകയിൽ ഇഷ്ടപ്പെട്ട അവതാരകൻ സൽമാൻ ഖാൻ അടിപൊളി അവതാരകൻ. മോഹൻലാലിന്റെ മേളിൽ ആരും ഇല്ല ഇവിടെ, മലയാളത്തിൽ ആരും ഇല്ല. നമുക്കൊന്നും ഒരിക്കലും ആ ഒരു ഇതിൽ പറ്റില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ബിഗ് ബോസ് പോലൊരു ഷോയിൽ വന്നിട്ട് അങ്ങനെ അവതാരകരാവാനുള്ള നമ്മളെ തന്നെ വിലയിരുത്തുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ മനുഷ്യരും അവരവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിവതും അവരെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നതും. അത് മാത്രമല്ല, എനിക്കങ്ങനെ മാറി നിന്ന് എന്നെ വിലയിരുത്തുന്ന അത്ര വലിയ ബ്രില്യൻ്റ് ഒന്നുമല്ല ഞാൻ. ഇപ്പോൾ ഈ പറഞ്ഞ പാക്കിൽ മാരാതെ തന്നെ പറയുകയാണ് ഇന്ന ആൾ എന്ന് പേരെടുത്ത് പറയുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾക്കൊന്നത് ക്ലിയർ ചെയ്യുക. ഇതിപ്പോൾ ആരൊന്നും പറയുന്നില്ലല്ലോ. ഈ വ്യക്തികളുടെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ വ്യക്തികളുടെ പേര് പറയാത്തതുകൊണ്ടായിരിക്കും എവിടേക്കോ ഈ വിഷയത്തെ മാത്രം സൂചിപ്പിക്കുന്നു, ആളുകളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് നമുക്കൊരു കാര്യം പറയുമ്പോൾ ക്ലിയർ കട്ടായിട്ട് അതിൻ്റെ പൂർണ്ണമായി കാര്യങ്ങൾ പറയണം. അപ്പോൾ ലാലേട്ടൻ തന്നെ അവിടെ ഫുൾ ടൈം നിൽക്കുകയാണെങ്കിൽ ഈ ഷോ ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറം വേറെ ലെവലിൽ പോയതിന് സ്ക്രിപ്റ്റ് പോലും കൊടുക്കണ്ട. മനസ്സിലായോ? അത് പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഷോ എന്നുള്ളത്. നിങ്ങൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു തന്നു വിശന്നിരുന്നപ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം നമ്മൾ കാണാതിരിക്കലല്ല. അതിനങ്ങനെ മനസ്സിലാക്കൂ. സ്വയം നന്നായിട്ടല്ലേ വീട്ടുകാരെ നന്നാക്കേണ്ട, വീട്ടുകാരെ നന്നായിട്ടല്ലേ നാട്ടുകാരെ. അങ്ങനെ ഒരു പോളിസി പണ്ടേ ഉണ്ടല്ലോ. ഫിറോസ് ഓർ സജന. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ബിഗ് ബോസ് പോലൊരു വീട്ടിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പരിമിതികൾ വെക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഇതൊരു സർവൈവിങ് ഗെയിമാണല്ലോ, അതല്ലേ? ഈ ഒരു പ്ലാറ്റ്ഫോം അറിഞ്ഞ് നമ്മൾ ചെല്ലണമെന്നുള്ളതല്ലേ? സർവൈവിങ്ങിൽ പെടുന്നതാണ്. അതെല്ലാം സർവൈവിങ് തന്നെ ഒരു ഡ്രാമയാണ് ആളുകൾക്ക് മുമ്പിൽ കാണിക്കുന്ന ഇതാണെന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്, വീക്കെൻഡിൽ കിട്ടുന്നു, ലാലാട്ടം വരും ഭക്ഷണം കിട്ടുന്നുണ്ട്. വീക്കെൻഡിൽ ഫുഡ് കിട്ടും. പക്ഷെ ബാക്കി ദിവസങ്ങൾ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈവനിങ്ങിൽ പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം വരും. വീട്ടിൽ നമ്മൾ കുറേ ഞങ്ങൾ ലാസ്റ്റ് അരിയില്ലേ, അവിടെ അരി നമുക്ക് കിട്ടുമല്ലോ, അരി വറുത്തിട്ട് ചാരൂടെ ഞങ്ങൾ കഴിച്ച സീക്വൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫുഡായിരുന്നു ചപ്പാത്തി, ഈ ഗോതമ്പിൻ്റെ ദോശയും തക്കാളിക്കറിയും. പക്ഷെ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് മാത്രമല്ല. കാരണം ഡെയിലി അതായിരുന്നു, തക്കാളിയും മറ്റേ ഗോതമ്പിന്റെ ദോശയായിരുന്നു ഡെയിലി. അതെ, അപ്പൊ അതൊക്കെ സർവൈവിങ്ങിന്റെ ഭാഗമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാം അവിടെ കിട്ടണമെന്നില്ല. സർവൈവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ബിഗ് ബോസിന്റെ അവതാരകനാവാൻ ലാലേട്ടനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഫിറോസിന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ സൽമാൻ ഖാനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ബിഗ് ബോസ് അവതാരകയിൽ ഇഷ്ടപ്പെട്ട അവതാരകൻ സൽമാൻ ഖാൻ. അടിപൊളി അവതാരകല്ലേ, നല്ല അവതാരകനാണ് സൽമാൻ ഖാൻ. മലയാളത്തിൽ പുള്ളിക്ക് ഭാരം അങ്ങനെ അത്തരത്തില് ഒരു പക്ഷേ ഇപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ അവിടെ നിന്നുള്ള രീതിയിലേക്കുള്ള നിർദ്ദേശം കിട്ടിയിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ലാലേട്ടനെ ഒരു യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ മാറ്റി ചിന്തിക്കാം പറയായിരുന്നു പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലെ. 100%. യെസ്, അങ്ങനെ ഒരു നിഷ്പക്ഷതയോടെ അല്ലെങ്കിൽ അവിടെ ഇതാണ് അങ്ങനെ പറയുന്ന ഒരാളാണ്. മോഹൻലാലിന്റെ മേളിൽ ആരും ഇല്ല ഇവിടെ, മലയാളത്തിൽ ആരും ഇല്ല. മലയാളത്തിൽ അങ്ങനെ പുള്ളിയുടെ മേളിൽ പുള്ളിക്ക് ഇത്തരം ചില തെറ്റുകളൊക്കെ പറ്റുന്നുണ്ടെങ്കിലും പുള്ളിയുടെ അത്ര ഉള്ളൊരു ആങ്കറിനെ നമുക്ക് ആ ഒരു ഷോയിൽ മലയാളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നു, മമ്മൂക്കൊന്നും ഒരിക്കലും ആ ഒരു ഇതിൽ പറ്റില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ബിഗ് ബോസ് പോലൊരു ഷോയിൽ വന്നിട്ട് അങ്ങനെ അവതാരകരാവാനുള്ള ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയുടെ അവതാരമാണെങ്കിൽ അത്യാവശ്യം ഒരു BB മെറ്റീരിയൽ കൂടി ആവണമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പല്ലേ? ഉണ്ട്. ലാലേട്ടൻ നല്ലൊരു BB മെറ്റീരിയലാണ്. നല്ലവരെന്ന് പറയുന്നില്ല, കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. പക്ഷെ സൽമാൻ ഖാനെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. ഒരു മൈൻഡ് ഗെയിമും കുറെ കാര്യങ്ങളുണ്ട് അതിൽ. മൈൻഡ് ഗെയിം ആണല്ലോ, ടോട്ടൽ ഒരു മൈൻഡ് ഗെയിം. എവിടേക്കോ ഈ എല്ലാ എപ്പിസോഡുകളും കാണാൻ ഒരു പക്ഷെ പറ്റുന്നുണ്ടാവില്ല. ഇതൊരു പക്ഷെ അവിടെ ഉണ്ടാവുന്ന വീക്കിൽ എത്തുന്ന സമയത്ത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഇതൊരു അപാകതയായിട്ടോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമുക്കവിടെ വീക്കെൻഡിലാണ് ലാലേട്ടൻ വരുന്നത്, ശനിയാഴ്ച ദിവസം വരുന്നത്.
അപ്പോൾ നമുക്ക് അവിടെ നേരത്തെ ഈ ഷോയുടെ ഒരു പ്രൊഡ്യൂസറുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊഡ്യൂസറുണ്ട്, ഓരോ സെക്ഷൻ ഓരോരോ പ്രൊഡ്യൂസർ. അതായത് പ്രൊഡ്യൂസർ മീൻസ് ഡയറക്ടർ, ആ ഷോയുടെ ആ. അപ്പോൾ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ ലാലേട്ടൻ്റെ അന്നത്തെ മെയിൻ ഹൈലൈറ്റ്സ് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ലാലേട്ടനെ കാണിക്കുകയും പുള്ളി ഒരു ബ്രീഫായിട്ടൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്യും. അതനുസരിച്ചാണ് പറയുന്നത്. പിന്നെ നമുക്ക് പുള്ളിയുടേതായ കോൺട്രിബ്യൂഷനിൽ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്ത് കുറച്ച് സംഭവങ്ങൾ പറയാം. എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരാളെ ഔട്ടാക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് എന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം അല്ലെ, അവർക്കൊപ്പമുള്ള ഒരാളാണ് അല്ലെ. അതെ, സംഘടനയിൽ മുഖമല്ലെങ്കിലും ശബ്ദത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്. ഇദ്ദേഹം ഇത് കാണുന്നുണ്ട് കൂടി ഉണ്ടായിരിക്കും ഇല്ലേ, പുറമെ നിന്ന് ലാലേട്ട പോലെ മറ്റു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് വോയിസ് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ആയിരിക്കില്ല എന്ന് തോന്നുന്നു. ഷോ കാണുന്നുണ്ട്. ഇതേ രീതിയിൽ ലാലേട്ടൻ എന്നുള്ള ഒരു സ്ഥാനവും ആ ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യട്ടെ, ഈ ഷോ മുഴുവൻ കാണുന്ന അവർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ കൂടി അവതാരനാവുകയാണെങ്കിൽ ഒരു പക്ഷെ കുറെ കൂടി ലൈവായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വരും ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കേണ്ട അവസ്ഥകളിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ പലപ്പോഴും ലാലേട്ടന് കിട്ടുന്ന ഒരു ബ്രീഫ് വേർഷൻ ആണ് അല്ലെ. ചിലപ്പോൾ പല ആ ഒരു മൊത്തം എപ്പിസോഡുകളുടെ ഒരു ആകത്ത് പോയെന്ന് പറഞ്ഞ പോലെ മെയിൻ ഹൈലൈറ്റ്സ് ആയിരിക്കും കാണുന്നുണ്ടാവും. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ടീം പറയുന്നുണ്ടാവും ലാലേട്ടനോട് ഇങ്ങനെയൊക്കെയാണെന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കാം. ലാലേട്ടന്റെ ആ ഒരു സ്കില്ല് കൊണ്ട് കൂടിയായിരിക്കും അത് കൃത്യമായിട്ട് അതിനെ ബാലൻസ് ചെയ്ത് പോകുന്നത് അല്ലെ, ഒരു നിർദ്ദേശം കിട്ടുമ്പോഴും. ഇത് ഇങ്ങനെ അല്ലാത്തൊരാൾ ആ ഷോ മുഴുവൻ കാണുന്ന ബിഗ് ബോസ് ശബ്ദം കൊടുക്കുന്ന ഒരാൾ പോലെ അവിടെ ഒരാളുള്ള ഒരാളാണ് ഇത് അവതാരമാണെങ്കിൽ കുറെ കൂടി ഒരു മാറ്റം സംഭവിക്കും തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അവിടെ ഉള്ളൊരു അവതരണം വേറൊരു സാധനമാണല്ലോ. ഉണ്ട്. ആ അവതരണം ഈ ഫുൾ ടൈം നിന്നത് കൊണ്ട് എല്ലാവരും ആകണമെന്നില്ല. അങ്ങനെ അവതാരകൻ ഒരാൾ തന്നെ ആങ്കർ ആയിട്ടുള്ള ഒരാൾ ആ ഷോ കാണുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഇപ്പൊ ലാലേട്ടൻ തന്നെ അവിടെ ഫുൾ ടൈം നിൽക്കുകയാണെങ്കിൽ ഈ ഷോ ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറം വേറെ ലെവലിൽ പോയേനെ. സ്ക്രിപ്റ്റ് പോലും കൊടുക്കണ്ട, മനസ്സിലായോ? അത് പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഷോ എന്നുള്ളത്. ഇത് വേറൊരു തലത്തിലെത്തിയേനെ സാധനം. ഇപ്പം എന്തായാലും പുള്ളിക്ക് അത് പറ്റില്ല. പുള്ളിക്ക് ഇതൊരു ജോലി മാത്രമാണ്. അപ്പോൾ ആ ജോലിയുടെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. 100% ഡെഡിക്കേഷനോട് ഇപ്പം മറ്റേ ഡോക്ടർ രഞ്ജിത്തേട്ടൻ നടക്കുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നടക്കാൻ പുള്ളിക്ക് പറ്റില്ല. രജിത്തേട്ടൻ തന്നെ ബിഗ് ബോസ് നടന്നു കഴിഞ്ഞിട്ട് ഈ പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? എന്നിട്ടും എതിർത്തും തകർത്തും ഒക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ പുള്ളി പറയുന്നത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡാണ്. അത്രേ ആണ്. ഈ എതിർത്ത് പറയുന്നവർക്കൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? എതിർത്ത് അങ്ങനെ ശരിക്കും പുള്ളി എതിർക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കല് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് ശരിക്കും ഈ ബിഗ് ബോസ് ഇറങ്ങുന്നവർക്ക് തമ്മിൽ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ അല്ലേ? അതായത് എന്റെ അച്ഛൻ നല്ല മാത്രം വരുത്തനേ അങ്ങേരെ ഞാൻ കോടതിയെ കയറ്റും എന്ന് പറയുന്ന ഒരു പ്രസ്താവന എവിടേക്ക് ഇറങ്ങുന്നവരൊക്കെ കുറ്റം പറയുന്നുണ്ട്, എന്നാൽ എന്റെ ഉള്ളില് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ എവിടേക്ക് ഇരട്ടത്താപ്പില്ലേ? അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾ എനിക്കൊരു എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക, അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് അതുണ്ടാവണം. നിങ്ങൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു തന്നു വിശന്നിരുന്നപ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം നമ്മൾ കാണാതിരിക്കലല്ല, അതിനങ്ങനെ മനസ്സിലാക്കൂ. നിങ്ങളുടെ കുറ്റങ്ങളെ തുറന്നു പറയുന്നെന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതാവുന്നില്ല. നാളെ നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കും. വീഴ്ച വന്നാൽ ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊള്ളരുതായ്മ ചെയ്താൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളിൽ ഭയങ്കരമായിട്ട് ക്യാൻസർ പോലെ കയറി പോകുന്നില്ലേ എങ്ങനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ? അങ്ങനെയൊന്നും താരതമ്യേന ഒരു 6ാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോൾ ഇത് ഷോയെ മൊത്തം അല്ലെ ബാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എന്തെന്ന് പറഞ്ഞാലും ഷോയുടെ രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിന് ഉദാഹരണമല്ലേ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നടന്ന് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ റോക്കി സിജോയെ ഇടിച്ച് ജോ പൊട്ടിച്ചിട്ട്. എന്നിട്ട് എന്തിവിടെ സംഭവിച്ചു? റോക്കി ഇപ്പോഴും വളരെ കൂളായിട്ടാണ് പുറത്ത് നടക്കുന്നത്. അത് നടക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനെ ഒരു ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പുറത്തുള്ളവർക്ക് അതിൽ കേസെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കേസെടുക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരാളെ അത് ചെറിയതല്ല. എന്നിട്ട് റോക്കിക്ക് എന്തെങ്കിലും സംഭവിച്ചു? അത്രേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. ഹൂസ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് സെഗ്മെന്റ് ആണ്. അത് 2 പേരെ പേര് പറയും, അതിൽ ഒരാളെ പറയണം. സോ അഖിൽ മാരാർ ഓർ ശോഭ? എന്താണ് അഖിൽ മാരാർ ശോഭ? ആരാണ് ഹൂസ് ദ ബെസ്റ്റ്? അത് ഒബ്വിയസ്ലി അഖിൽ മാരാറാണല്ലോ. ആണ്, മാറ്റില്ല. ഓക്കെ. സോ ഫിറോസ് ഓർ സജന? അത് ഞാനല്ലല്ലോ പറയുന്നത്. ഞാൻ എന്നെ തന്നെ പറയുന്ന പ്രശ്നം ഒന്നും കരുതണ്ട. സോ ഒരു പുറമെ നിന്ന് നോക്കിയിട്ട് ആ കാണുന്ന 2 പേരെന്നുള്ള രീതിയിലേക്ക് പറയാം. അല്ലല്ല, അത് ഒരിക്കലും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ മനുഷ്യരും അവരവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്.
അപ്പോൾ നമ്മൾ കഴിവതും അവരെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നതും. അത് മാത്രമല്ല, എനിക്കങ്ങനെ മാറി നിന്ന് എന്നെ വിലയിരുത്തുന്ന അത്ര വലിയ ബ്രില്യൻ്റ് ഒന്നുമല്ല ഞാൻ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കറക്റ്റ് ഇല്ല. അത് മറ്റുള്ളവർ പറയേണ്ട ഒരു ചോദ്യത്തിന്. പക്ഷെ എവിടേക്കോ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നതിൽ തെറ്റില്ലല്ലോ. വിലയിരുത്താൻ തെറ്റില്ല. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ ബിഗ് ബോസിൽ വന്നതിൽ സജനയാണോ ഇതാണോ എന്നുള്ളത് ഒന്നാമത് ഞാൻ അതുപോലും കണ്ടിട്ടില്ല. ഞങ്ങളുടെ സീസൺ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിലയിരുത്തേണ്ടത് മറ്റാൾക്കാരാണ്. അപ്പം നിങ്ങളാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ പറയൂ ആരായിരുന്നു? രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതായിരിക്കും അതിൻ്റെ ഉത്തരം. അതാണ് അതിൻ്റെ ഉത്തരം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. യെസ്. ആൻഡ് തീർച്ചയായിട്ടും ഈ തുറന്നു പറച്ചിലുകളിൽ ഇപ്പോഴും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരാളാണ് അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഒരു പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യുന്നത് പിന്നീട് സിനിമയായിരുന്നില്ല. ഫെസ്റ്റിവലിൽ എത്തിയ ഒരു പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അനുകൂലിച്ചവരെയാണ് കൂടുതലും കണ്ടത്. കൂടുതലും പ്രഥമ ദൃഷ്ടിയിൽ വന്നതൊക്കെ അങ്ങനെയായിരുന്നു. അവിടെ എവിടെയൊക്കെയോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ഇവിടെ ചെയ്യേണ്ടതായിരുന്നില്ല തുറന്നു പറച്ചില് കുറേയേറെ പ്രതികൂലിച്ചും അല്ലെങ്കിൽ ഇത്രയ വിഷയങ്ങളും കേട്ടൊരു വ്യക്തിയായിരുന്നു അല്ലെ. എന്താ ഒരു സ്റ്റേറ്റ്മെന്റിന് പിന്നുള്ളൊരു ചേതപ്രകാരം? ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ ഒരു വേദിയിൽ, അതായത് ഒരു ക്യാൻ വേദി എന്ന് അങ്ങനത്തെ ഒരു വേദി എന്ന് പറഞ്ഞാൽ ആ റെഡ് കാർപ്പറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത്. മനസ്സിലായി. അപ്പോൾ അവിടെ ഈ ക്യാൻ ഫെസ്റ്റിവലിന് പോകുന്നതിന് മുന്നേ തന്നെ ഒരു 3 ദിവസത്തോളം അവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ഒരു ക്ലാസ് കൊടുക്കും 3 ദിവസത്തിന് ഒരു 3 ദിവസത്തോളം അവരടുത്ത് പറയുന്നതിൽ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ആ വേദിയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല, മതം സംസാരിക്കാൻ പാടില്ല. ഇത് ലോക ശ്രദ്ധ മൊത്തവുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളുമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ അത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞെടുത്താണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തണ്ണിമത്തൻ്റെ ബാഗുമായിട്ട് അവിടെ വന്നത്. ആ കഥ അറിയാലോ. അവിടുത്തെ ഫ്ലാഗിൻ്റെ ഇത് അവിടെ റദ്ദാക്കിയത് അറിയാലോ. ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ പോലും ഈ ഫലസ്തീൻ മാത്രമല്ല, നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമുണ്ട്. എന്തിന് നമ്മൾ ഇതിനു മുന്നേ അവർ ബിരിയാണി എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ പല വേദികളും പങ്കിട്ടതാണ്. ഇത്രത്തോളം അല്ലെങ്കിലും ശ്രദ്ധ നേടുന്ന പല വേദികളിലും അവർ പങ്കിട്ടതാണ്. അവിടെ വരെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഓവർടേക്ക് ചെയ്ത് ഇവരിങ്ങനെ നാടിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു വിഷയത്തെ അവർ അവതരിപ്പിച്ചില്ല? നമ്മൾക്ക് ആദ്യം നമ്മുടെ നാട് കൂടെ ഒന്ന് രക്ഷപ്പെടുത്തിക്കണ്ടേ? സ്വയം നന്നായിട്ടല്ലേ വീട്ടുകാരെ നന്നാക്കേണ്ട, വീട്ടുകാരെ നന്നായിട്ടല്ലേ നാട്ടുകാരെ അങ്ങനെ ഒരു പോളിസി പണ്ടേ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ശൗചാലയം എന്ന് പറഞ്ഞൊരു സാധനം. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത്ര എഫക്റ്റീവ് അല്ലെങ്കിൽ പോലും പുറത്ത് നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് കക്കൂസ് എന്ന് പറഞ്ഞൊരു സാധനം വളരെ പ്രധാനമുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയാണ് ഒരു കക്കൂസിൻ്റെ ബാഗുമായിട്ട് മറ്റു വേദികളിൽ വന്നിട്ടില്ല? അല്ലെങ്കിൽ ഒരു പ്രതികരണവും അല്ലെങ്കിൽ മറ്റെവിടെ അവർ മിണ്ടാത്ത ഒരാൾ, ഇത് ശരിക്കും അറ്റൻഷൻ സീക്കിങ് തന്നെയാണ്. ഈ എല്ലാവരും അനുകൂലിക്കുമ്പോൾ അതിന് പ്രതികൂലിച്ച് സംസാരിക്കുന്നതും ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതിന് അറ്റൻഷൻ സീക്കിംഗ് കുഴപ്പമില്ല. കിട്ടുന്ന പ്രതികരണം എന്തായിരുന്നു? കിട്ടുന്ന പ്രതികരണം എന്തായിരുന്നു? പ്രതികരണം നോക്കിയിട്ടല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. പ്രതികരണം നോക്കിയിട്ട് ഞാൻ ഒന്നിനും കാരണം ചിലപ്പോൾ നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. ഇതിപ്പോൾ കനികയുടെ ഒരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവരെ അനുകൂലിച്ച അവർ അവിടെ ചെന്നതിൽ നമ്മൾ വളരെ അവരെ കൺഗ്രാറ്റ്സ് പറയുന്നു. ഞാൻ പറഞ്ഞത് ആ പർട്ടിക്കുലർ ഒരു സാധനത്തെക്കുറിച്ചാണ്. അവർ നിന്ന ആ പൊസിഷനെ കുറിച്ചില്ല. ആ പൊസിഷനിൽ എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവരെ പൊസിഷനിൽ എത്തിയതിന് നമ്മൾ എന്തായാലും അതിന് നല്ലൊരു കയ്യടി. ഫിലിം ഫെസ്റ്റിവൽ ആണ്, മൂവി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, അച്ചീവ്മെന്റിന്റെ വേദിയാണ്. സോ അവിടെ അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് സംസാരിക്കേണ്ട വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എന്ന് പറയുമ്പോഴും ഇത്തരത്തില് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയത്തെ പറ്റി, ഒരു സമകാലിക വിഷയത്തെ പറ്റി അവിടെ സംസാരിച്ചെത്തുമ്പോൾ എന്തുകൊണ്ട് അവിടെ എന്തിന് ഇത് ചെയ്തു, ഇത് അതിനുള്ള വേദിയല്ലല്ലോ എന്തുകൊണ്ടായിരിക്കും ആരും പറയാതെ പോയത്? അതിനെ അനുകൂലിച്ച് പോയത് എന്തുകൊണ്ടായിരിക്കും? അതല്ല ഞാൻ പറഞ്ഞു 3 ദിവസം. അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് പറഞ്ഞത് 3 ദിവസത്തോളം ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നതിനകത്ത് പ്രധാനമായി പറയുന്നത് ആ വേദിയിൽ, ആ റെഡ് കാർപ്പറ്റിൽ ഒരിക്കലും നിങ്ങൾ ജാതി പറയാൻ പാടില്ല, മതം പറയാൻ പാടില്ല, അത്തരം വിഷയങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള പ്രധാനമാണ്. സിനിമയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യേണ്ട ഒരിടത്താണ് ഇവർ ഇത് കാണിച്ചത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി കാണാൻ വരുന്ന കാണികളെടുത്ത് നമ്മൾ കബഡി കളി കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ടിക്കറ്റ് എടുത്ത് ഫുട്ബോൾ കളി കാണാനാണ് പോകുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പേരൊന്ന് കബഡി കളിക്കുകയാണ്. കബഡി കളി കാണാനാണോ നമ്മൾ പോകുന്നത്? പക്ഷെ അവിടെ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനൊക്കെ അപ്പുറം ഈ ഒരു ബാഗിലാണ് അല്ലേ? അല്ല, ആ ബാഗിനകത്ത് എല്ലാം ഉണ്ടല്ലോ, ആ സൈനകത്ത് എല്ലാം ഉണ്ടല്ലോ. സൈൻ കൊടുക്കുന്നതിനടുത്ത് ബാക്കി എല്ലാവരും ഇതിനെ അനുകൂലിക്കുന്നതിന് ഒരു പക്ഷേ അത് അവിടെ പറയേണ്ട വിഷയമായിരുന്നു എന്നുള്ളത് അനുകൂലിക്കുന്നതുകൊണ്ട് കൂടിയായിരിക്കില്ലേ?
അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ കുറെ കൂടി ശ്രദ്ധ ആകർഷിക്കാൻ? നമ്മൾ ഒന്നാമത്തെ കാര്യം പറയാൻ പാടില്ലാത്തൊരു വേദിയാണത്. അത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തൊരു വേദിയാണ്. ഓക്കെ, അവർ പറഞ്ഞു. എന്തുകൊണ്ട് പല വിഷയങ്ങളുണ്ട്, അതിലൊന്നും നേരത്തെ അവർ വേദികൾ പങ്കിട്ടിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇന്ത്യയുടെ കാര്യം വിഷയം നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് മുൻകൂട്ടി അല്ല പറഞ്ഞതൊരു വിഷയം തന്നെയാണ്. ഓക്കെ, അവർ അത് ചെയ്തു. ആ ചെയ്തെന്ന് അങ്ങനത്തെ മാനസിക അവസ്ഥയുള്ള ഒരു സ്ത്രീ എന്തുകൊണ്ട് നേരത്തെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന വിഷയങ്ങളുണ്ട്, എത്ര വിഷയങ്ങൾ, ഇതിലൊന്നും ഇടപെട്ടിട്ടുണ്ടോ അവർ? അപ്പോൾ ഇതൊരു അറ്റൻഷൻ സീക്കിങ്ങും കൂടിയാണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അല്ലാതെ ആ പലസ്തീൻ എന്ന് പറഞ്ഞ നാടിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമല്ല, ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം സ്വന്തം രാജ്യത്തിലുള്ള പല കാര്യങ്ങളും ഒന്ന് വാതുറക്കത്തവരാണ് അവർ, വേദികൾ കിട്ടിയിട്ടും. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു വേദിയിൽ അവരൊരു കക്കൂസിൻ്റെ ബാഗുമായിട്ട് ചിലപ്പം വരും, അല്ലെങ്കിൽ കക്കൂസിൻ്റെ കിരീടമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. ഈ പലപ്പോഴും ഈ ഇത്തരത്തിലെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴും ഇവിടെ ഒരു ചാനൽ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കാം, അതിനപ്പുറത്തേക്ക് ഷോ നടത്തി പോകുന്ന എൻ്റെ മോളിനെ കുറിച്ച് സംസാരിക്കാം, അല്ലേ? എവിടേക്കോ ഫിറോസ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഇടപെടലുകൾ കൂടുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾക്കും പരാമർശങ്ങളും കേൾക്കേണ്ടി വരിക എന്നുള്ളത്, അല്ലെ? മറ്റു ഭാഷകളിലുണ്ട്, മറ്റു സ്റ്റേറ്റുകൾ ഇതുണ്ട്, നടത്തുന്നുണ്ട്, അതിന്റെ ചാനലുകൾ മാറുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ഈ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടുന്നു എന്ന് കൂടി ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിലെ വസ്തുത എന്താ? ശരിക്കും ഈ ഷോയുടെ ശരിക്കും റൈറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പാണ്. അവരാണ് വേൾഡിലെ എല്ലാ ബിഗ് ബോസിൻ്റെയും അണിയറ പ്രവർത്തകർ. ബിഗ് ബോസ് അവരുടെ ഒരു ഷോയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഏഷ്യനെറ്റ് പോലെ ഉള്ളവരുടെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ചിലരുടെ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ ഈ ആർക്ക് പ്രൈസ് കൊടുക്കാം എന്ന് പോലെയുള്ള ചില കാര്യങ്ങൾ, അത് ഞാൻ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പിലെ ചില മെയിലിൽ നിൽക്കുന്ന ചില സുഹൃത്തുക്കളുമായിട്ട് പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ് അതൊക്കെ. തികച്ചും കോൺഫിഡൻഷ്യൽ. ആ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് അവരോട് ചെയ്യുന്നൊരു അനീതിയായിരിക്കും, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് എൻഡ് ഓഫ് ദി ഡേ എനിക്ക് മനസ്സിലായത്, ചാനലിൽ ഇടപെട്ട് ഇവരെ പ്രഷർ ചെയ്തിട്ട് ചിലർക്ക് ഇപ്പോൾ പ്രൈസ് കൊടുക്കുന്നു എന്നൊരു തലത്തിലേക്കാണ് ആ ടോക്ക് വന്നത്. അപ്പോൾ അത് ഏഷ്യാനെറ്റിലെ എല്ലാവരെയും അല്ല ഞാനിപ്പോഴും പറയുന്നത്, ചില ആൾക്കാർ അങ്ങനെ ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് 101% പിന്നെ വളരെ ജനകീയമായ അല്ലെങ്കിൽ വളരെ ഒരു ചെറിയ സംശയത്തിന് പോലും ഇടവയ്ക്കാതെ പ്രൈസ് കിട്ടേണ്ടുള്ളവർക്ക് പ്രൈസ് കൊടുക്കുകയും ഔട്ടായി പോകേണ്ടുള്ളവരെ ആ സമയത്തിന് ഔട്ടാക്കുകയും ചെയ്യുന്ന ഒരു വിങ്ങാണ് എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പ്. ശരിക്കും അത് പോകുന്ന കുറേ ജെനുവിൻ ട്രാക്കാണ്, അല്ലേ? ഇത് മാറി ഇടപെടൽ നടത്തുന്നു, ചിലവരിലേക്ക് മാത്രം താല്പര്യം ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ചെയ്യാൻ ഇഷ്ടം കാണിക്കുന്നവരുടെ നേട്ടം എന്താ? ശരിക്കും പണമാണോ? വ്യക്തികളോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. ആണ്, വ്യക്തികളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ പരിചയക്കാർ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക, അവരോടുള്ള ഇഷ്ടം, അതൊക്കെ അതിനകത്തുണ്ട്. മുമ്പ് ഇപ്പോൾ സെലിബ്രിറ്റി പ്രൊഫൈലുള്ളവർ കൂടുതലായിട്ട് വന്നിരുന്നു, ഇപ്പൊ അത് കുറവാണ്. ഈ ചാനലിന്റെ ഭാഗമായിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ട്, അല്ലെ? അപ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തിബന്ധം വരുന്നത് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അറിയുന്നവരായിരിക്കും. ഉറപ്പായിട്ടും. അല്ലാത്തവരിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെന്തെങ്കിലും എയിം ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? ഇല്ല, അവർ നേരത്തെയുള്ള പല പരാമർശങ്ങളുടെ കാര്യങ്ങളും എനിക്ക് അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. ആ ഒരു മാറ്ററിനെ കുറിച്ച് എനിക്ക് അത്രമേൽ അറിയില്ല. പക്ഷേ എവിടൊക്കെയോ ചില സത്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്, മനസ്സിലായി. അത് പൂർണ്ണമായി അത് പറയണമെങ്കിൽ എനിക്ക് അത്രമേൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ എവിഡൻസ് കിട്ടാതെ നമ്മൾ പറയുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. ഇത്ര വലിയൊരു കോർപ്പറേറ്റ് എന്ന് നമ്മൾ പറയുന്നു, അല്ലെ? ഇപ്പൊ ചാനൽ ഭാഗത്താണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ മോൾ ഷൈൻ നടത്തുന്നു എന്ന് പറയുന്നു. ഇവർക്ക് ഇത്രയും ഒരു കല്ലേടി വരുന്നുണ്ടെങ്കിൽ ഇതിനെ നിസ്സാരമായിട്ട് ഇതിനെ, അല്ലെ, ഇല്ലാതാക്കാൻ പറ്റും. ഐ മീൻ, ഈ എന്താണ്, എവിടെയാണ് ഈ പുഴുക്കടി വന്നാൽ പുഴുക്കടീനെ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇത്തരം പരാമർശങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു വസ്തുത ഉണ്ടെങ്കിൽ, ശരിയുണ്ടെങ്കിൽ അവരതിനെ ക്ലിയർ ചെയ്യാൻ നോക്കില്ലേ? അതോ ഇത് ഒഴിവാക്കി കളയാണോ? എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പം കഴിഞ്ഞു പോയ പല സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളിലെ സംഭവം തന്നെ എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാനലിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഇത്തരം കാര്യങ്ങൾ സ്ത്രീ വിഷയമായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ ഞാൻ അതിനെ അകത്ത് വർക്ക് ചെയ്ത ഒരാളാണ്, പ്രോഗ്രാം അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിട്ട് കയറിയിട്ടുള്ള ഒരാളാണ് ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അവിടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ അപ്പോഴും തന്നെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വലിയ പൊസിഷനിലിരിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഏഷ്യൻ്റെ തുടക്കകാലം മുതലുള്ള ചില വ്യക്തികൾ, പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ചില വ്യക്തികൾ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സ്ഥാനം വഹിക്കുന്ന ചില വ്യക്തികൾ അവിടെ പുറത്താക്കിയിട്ട് ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അലിഗേഷൻ ആക്ച്വലി ഏഷ്യാനെറ്റിനകത്ത് കറക്റ്റായിട്ട് അവരത് തെളിയിക്കുകയാണെങ്കിൽ അവർ പുറത്താക്കും. ഈ പറഞ്ഞ ശരിക്കും അവരങ്ങനെ പുറത്താക്കുന്ന ഒരു, അല്ലെ, അവർ മുമ്പ് എടുത്തിട്ടുണ്ട് പറയുന്നു.
അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ തുറന്നു പറഞ്ഞ് ഇത് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും പ്രോബ്ലം സോൾവ്ഡ് അല്ലേ? അല്ലെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ തുറന്നു പോവുകയല്ലേ ചെയ്യുക? അത് കൃത്യമായിട്ട് മറുപടി എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോ മറുപടി വന്ന് പറയണമെങ്കിൽ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ആരൊക്കെയാണെന്നുള്ള ആരോപണമല്ലേ അതിൽ വന്നത്. ആ മറുപടി പറയുന്ന ആരാണ്? ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ആര് വന്ന് പറയണം മറുപടി? ആരും ഇല്ല അതിൽ, ഇങ്ങനത്തെ അലിഗേഷനിൽ ആരും ഇല്ല. അപ്പൊ ആര് വന്ന് പറയണം? ആരൊരാളാണോ വന്ന് അതിൽ ഇപ്പം ഈ ആരോപണത്തിന് ഇരയായ ഒരാൾ വന്ന് പറയണമെങ്കിൽ അയാളായിരിക്കുമല്ലോ ആ പറയുന്ന ആണല്ലോ അതിൻ്റെ ഒരു സംശയം. പേര് പറഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്തൊന്നും പറയാം. ഇപ്പൊ ഈ പറഞ്ഞ പാക്കിൽ മാരാർ തന്നെ പറയുകയാണ് ഇന്ന ആള് എന്ന് പേരെടുത്ത് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്കൊന്നത് ക്ലിയർ ചെയ്യുക. ഇതിപ്പോ ആരെന്ന് പറയുന്നില്ലല്ലോ. ഈ വ്യക്തിമിന്റെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ വ്യക്തികളുടെ പേര് പറയാത്തതുകൊണ്ടായിരിക്കും എവിടേക്കോ ഈ വിഷയത്തെ മാത്രം സൂചിപ്പിക്കുന്നു, ആളുകളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കൊരു കാര്യം പറയുമ്പോൾ ക്ലിയർ കട്ടായിട്ട് അതിന്റെ പൂർണ്ണമായി കാര്യങ്ങൾ പറയണം, ക്ലിയർ കട്ടായിട്ട് പറയണം. ഇപ്പോൾ ഇന്ന ആൾ ഇപ്പോൾ എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണ്. ഇപ്പം ശോഭ ഉൾപ്പെടെ, ശോഭയൊക്കെ എനിക്ക് പിന്നെ അവരുടെ ഇൻബോക്സിൽ വന്ന പിന്നെ മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നതാണ്. ശോഭ ഒക്കെ പറഞ്ഞത്, ചേട്ടാ ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ട വ്യക്തികൾ ഞങ്ങളെ ഈ സീസണിലെ കുറച്ച് പേരാണ്, പലരും അത് പുറത്ത് പറയുന്നില്ല, പലരും ഭയങ്കര വേദനയിലാണ്. എന്നിട്ട് വളരെ നികൃഷ്ടമായ മെസ്സേജുകളാണ് ഓരോരുത്തർ അയക്കുന്നത്. അതായത് അത് ഈ ഒരു വേദിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ അത്രയും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക്. അതൊക്കെ എൻഡ് ഓഫ് ദി ഡേ മനുഷ്യരാണ്, മനസ്സിലായി, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വേദന ഉണ്ടാകും. ആ രീതിയിലുള്ള ഇതാണ് വരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പേര് അത് ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ആണെന്നാണ് ആൾക്കാർ സംശയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വ്യക്തികളുടെ പേര് പറയുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എന്താ ഇനി ബിഗ് ബോസിന്റെ ഭാവി എന്തായിരിക്കും എന്ന് എങ്ങനെ നോക്കി? ബിഗ് ബോസിന്റെ ഭാവിയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടൻ ബാധിക്കില്ല എന്നുള്ള ഉള്ളതല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു പക്ഷേ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു നല്ലൊരു നെടുന്തൂണങ്ങ് മാറിക്കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. ഒരു ബാക്ക് ബോൺ പോവും. പിന്നെന്താകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു പകരക്കാരനെ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ വെക്കണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കേണ്ടി വരും ആരെ വെക്കണമെന്നുള്ളത്. പകരക്കാരൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. മനസ്സിലായേ? പക്ഷേ ഇത് ഈ വിവാദങ്ങളിൽ വരെ ഭാഗമില്ലാതിരുന്നിട്ട് വരെ അദ്ദേഹത്തിന് പഴി കേൾക്കേണ്ടി വരുന്നു. അതെന്തായാലും നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞു തന്നിട്ട് അയാൾ ആ ഷോയിൽ നിന്നെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും 100% പോസിറ്റീവ് എന്ന ഒരാളെ നിർത്തണം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാം ശരി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്ന ചില നെഗറ്റീവുകൾ വരുമ്പോഴേ അയാളെ എടുത്ത് മാറ്റുകയല്ലോ വേണ്ടത്. കണ്ടസ്റ്റൻ്റ് ആയാലും അങ്ങനെയല്ലേ, തെറ്റുകൾ ചെയ്യുന്നവരെ ഉടനെ എടുത്ത് മാറ്റില്ലല്ലോ. കാഠിന്യമായ തെറ്റ് ചെയ്യുമ്പോൾ എടുത്ത് മാറ്റാം. ഈ തുടക്കം മുതൽ ഇവിടെ എത്തുമ്പോൾ സമയത്ത് ഇത് ആദ്യമേ ഷോ എന്താണ്, ഷോയുടെ പാറ്റേൺ എന്താണ്, ഇത് അകത്തുള്ളവർക്ക് അറിയില്ല, അതുപോലെ തന്നെ പുറത്തുള്ളവർക്ക് അറിയില്ല അല്ലെ. ഈ ഫസ്റ്റ് സീസൺ 2ാം 2nd 3rd വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏതൊക്കെ കട്ട് വരും, പുറത്തോട്ട് വരുന്നില്ല. ഇതിന്റെ ജെനുവിനിറ്റിനെ കുറിച്ച് ചോദ്യം ചെയ്തു തരുന്നില്ല അല്ലെ. ഇത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് അല്ല, പ്രീ പ്ലാൻഡ് അല്ല, ഇത് അപ്പിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് പോകുന്നു എന്നുള്ള ആ ചിന്തയിൽ നിന്ന് സ്ഥിതിവിശേഷം മാറിയിട്ടുണ്ട് അല്ലെ. ഇത് എവിടേക്കോ പ്രേക്ഷകരിലെ ഈ ഷോയോടുള്ള കൗതുകം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? കൗതുകം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എവിടേക്ക് ഒരു കൗതുകം, ഒരു ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ ഈ ഷോ നിലനിന്ന് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അപ്പോൾ പോലും ഇതിനോട് എല്ലാവരും വന്ന് ഇങ്ങനെ പറയുന്നതിൽ പൂർണ്ണതയില്ലല്ലോ. ഇപ്പം വന്നിട്ട് നമ്മളൊരു കാര്യം പറയാൻ അത് പൂർണ്ണതയോടുകൂടി ആര് പറഞ്ഞിട്ടുണ്ട്? ഇപ്പം തന്നെ അഖിൽ മാരാർ സ്ത്രീകളെ സംബന്ധിച്ചിട്ടൊരു വിഷയമെന്ന് പറഞ്ഞു, അതിലൊരു കറക്റ്റ് പ്രൂഫ് എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഇല്ലാത്തതല്ലേ അത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു അതിന് സത്യസന്ധമായ എന്തെങ്കിലും എവിഡൻസ് കാണിച്ചെത്തോ ഇല്ല. അപ്പോൾ ജനങ്ങൾക്കപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ആ കൺഫ്യൂഷൻ്റെ മേളിൽ ബിഗ് ബോസ് കാണാതിരിക്കില്ല. കാരണം അത്തരം ഒരു ഷോ ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ സീസൺ എങ്ങനെ കയറുമായിരുന്നു? ഏറ്റവും മോശമായ സീസൺ ആണെങ്കിൽ അതിനകത്തുള്ള അതുപോലും കാണുന്നുണ്ട് ആൾക്കാർ. നേരത്തെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് നഷ്ടപ്പെട്ടാലും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കിയിട്ട് കാണാനും അതാണ് ഈ കൗതുകം നഷ്ടപ്പെട്ടാലും ഈ പറഞ്ഞതുപോലെ കാണും ആൾക്കാർ. മനസ്സിലായി. പിന്നെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ കഴിവതും ഒരു സംഭവത്തെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ അതിലൊരു പൂർണ്ണത ഇല്ലാതെ അതിനൊക്കെ സത്യസന്ധത അറിയാതെ പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എവിടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ അറിഞ്ഞിട്ടേ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ പറയും.
മനസ്സിലായോ? നിങ്ങളെൻ്റെ ഏത് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളും എനിക്ക് അത്രമേൽ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവിടെ വരുന്ന പെണ്ണ് കിടന്ന് കൊടുത്തിട്ട് കയറുന്നെന്നോ എന്ന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. അത് മനസ്സിലായി. ബിഗ് ബോസിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന അല്ലെ അത്രത്തോളം നമുക്കറിയാവുന്ന ഒരു പ്രത്യേകിച്ച് അത്ര വലിയൊരു സെൻസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് അറിയാതെ പരാമർശിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഇതുപോലെ തുറന്നു പറച്ചിലുകളും അല്ലെ സ്റ്റേറ്റ്മെന്റുകളും തുടരട്ടെ. അതുപോലെ കിടുവായി പൊളിയായിട്ട് കുറേയേറെ വിശേഷങ്ങൾ കൂടെ ചേരട്ടെ. അതെ അതെ, തീർച്ചയായും തുടങ്ങി ഫിറോസ് ഖാൻ വന്നു, ഫിറോസ് ഖാൻ ഓൾറെഡി പേരിലുള്ളതാണ്, പൊളി വന്നു. അതുപോലെ ഇഷ്ടത്തോടുള്ള വിളികൾ കൂടട്ടെ, ഇഷ്ടം കൂടട്ടെ, ഇഷ്ടക്കേട് നോക്കാതെയുള്ള തുറന്നു പറച്ചിലുകളും തുടരട്ടെ. തീർച്ചയായും തിരിച്ചും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വളരെ നല്ലൊരു ആങ്കറാണ്. ചോദ്യങ്ങൾ ഈ പൈങ്കിളി ചോദ്യങ്ങളല്ലാതെ വളരെ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ അപ്പു എന്നെ ഇവിടുന്ന് വിളിക്കുമ്പോഴും നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് തീർച്ചയായും എനിക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളോട് തന്നെ ഒരിക്കൽ പറഞ്ഞു നമുക്കൊന്നിരിക്കണമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സംസാരിക്കില്ല, പെട്ടെന്ന് കണ്ട ഫംഗ്ഷനിടെ കണ്ട് സംസാരിച്ചൊരു അതിന് കാരണം നിങ്ങൾ അത്യാവശ്യം ഒരു കാര്യത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തും അത് അത്യാവശ്യം മനോഹരമായി അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതും കൊണ്ടാണ്. അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സെയിം.